അതൊക്കെ ആപൽക്കരമായിട്ടുള്ള ഇതാണ്. അന്നേരം ആ പരിമിതി എല്ലാം നിന്നുകൊണ്ട് തന്നെ ഇതിലെ വിഷയം എന്താണ്? ഇത് പറയുമ്പോൾ എം വി ഗോവിന്ദനും പറയുന്നത്, ഗോവിന്ദൻ മാഷും പറയുന്നത് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നിയമസഭയിൽ നടത്തിയിട്ടുള്ളൂ, ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് വേറെ ആരും പോയതല്ല, CMRലാണ് പോയത്. CMRൽ പോയിട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഡിസലവ് ചെയ്യണം, ഞങ്ങളുടെ എക്സ്പെൻസ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊരു റെയ്ഡ് നടന്നാൽ ഇൻ്ററിം സെറ്റിൽമെൻറ്റിലേക്ക് പോകും, ബോർഡിലേക്ക് പോകും. അവിടെ 3 ഹൈക്കോടതി ജഡ്ജി, റിട്ടയർഡ് ജഡ്ജിമാരുണ്ട്. അവർ അവിടെ ചെന്ന് ഇത് ആവശ്യപ്പെട്ടു. അങ്ങനെ കൊടുത്ത ഡിസലവ് അല്ലെങ്കിൽ അലവ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്ത ക്ലെയിമിനകത്താണ് ഈ 1.72 കോടി രൂപ ഞങ്ങൾക്കൊരു എക്സ്പെൻസ് ആയിട്ട് കൊടുത്തു, അത് നമുക്ക് ബിസിനസ് എക്സ്പെൻസായി കണക്കാക്കി തരണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടു CMR. അവരതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് പറയുന്നത് ഇങ്ങനെ ഒരു സേവനവും കിട്ടിയിട്ടില്ല. അവരത് ഡിസലവ് ചെയ്തു. ഇതേ ഉള്ളല്ലോ, വളരെ സിമ്പിളല്ലേ, ഇത് ആക്ഷേപമില്ല, ഒന്നുമില്ല. ഇത് വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ പോലും കിട്ടുന്നത്. മറ്റേ ഒരു നമ്മുടെ BJPക്ക് എതിർക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വാർത്തയാകുന്ന കാലഘട്ടത്തിലാണ് 1 വർഷം രഹസ്യമായിട്ട് വെച്ചു. എന്നിട്ടാണ് മാധ്യമം മനോരമ അത് ആദ്യമായി പുറത്തുവിടുന്നത്. ഞങ്ങൾക്കൊക്കെ ഇത് 2-3 വർഷം മുമ്പേ വിവരം ഉണ്ടായിരുന്നു. ഒരു കടലാസിനൊന്നും കിട്ടാത്ത സീക്രസി ആയിരുന്നു ഈ വിഷയവുമായി ബന്ധം. അതായത് ഇത് അങ്ങോട്ട് പോയി, ഇത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ മനഃപൂർവ്വമാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളോ ആ കമ്പനിയോ സുപ്രീം കോടതിയെ സമീപിച്ചില്ല? ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ പോകേണ്ടത് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ മാത്രമാണ്. എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? സമീപിക്കാൻ ഒക്കത്തില്ല. അങ്ങോട്ട് പോയി പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇത് അലവ് ചെയ്ത് തരണമെന്ന്, അവർ ഡിസലവ് ചെയ്തു. ഇപ്പോൾ ROC ഒക്കെ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറഞ്ഞാൽ ഒരു കമ്പനി ചട്ടക്കൂട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല. അവർ അക്കമിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഇന്നൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ. അതിനൊന്നും കേന്ദ്രത്തിൻ്റെ ഇടപെടലായിട്ട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ ഇവർക്കൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത വന്നാൽ മനോരമയിലാണെങ്കിൽ പറയൂ, മനോരമ പണ്ടേ നുണ പ്രചരിപ്പിക്കുന്നതാണ്, അത് വിശ്വസിക്കാൻ കുറയുന്നു. നമ്മുടെ ഒരു യുക്തിയും ബുദ്ധിയും എല്ലാം മരവിപ്പിച്ചുകൊണ്ട് ഇതാണ് ശരി. ഇപ്പം മാധ്യമങ്ങളെ മൊത്തത്തിലാണ് പറയുന്നത്. മാധ്യമങ്ങളെല്ലാം സിൻഡിക്കേറ്റായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ വേണ്ടി പ്രചരിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ പാട് കേട്ട പാട് അതങ്ങ് വിശ്വസിച്ചുകൊണ്ട് കുറേ എണ്ണം ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇത് ഇടതുപക്ഷ രീതിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.